സബ്മിറ്റ് സാർ അതിലത്തൊരു പ്രശ്നം കണ്ടിന് നമ്മളെ PPT തന്നേല് ഒരു പ്രോബ്ലത്തില് 200 വി ചോദ്യത്തില് 250 വി എന്ന് നമ്മൾ ആൻസർ ചെയ്തുമ്പോ 200 എടുത്തിട്ടാ ചെയ്തേ. അതെന്താ അല്ല എന്തിനാ അല്ല PPT അങ്ങനെ ഉണ്ടായേ? PPT തന്നെ എഴുതണം. ഞാൻ ആരോടും പറഞ്ഞ അല്ല PPT തെറ്റുണ്ട് എന്ന് പറഞ്ഞ 250 ക്വസ്റ്റ്യനിലോ ആൻസർ 200 ഉണ്ടായ അന്നേരം മനസ്സിലായില്ലേ. പിന്നെ എക്സാം ചെയ്തോ മനസ്സിലായി. പിന്നെ മാറ്റിയതി ആൻസറിന് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന പോലെ എഴുതി. നമ്മളെ പക്ഷെ PPT സാറ് അന്നൊരു പ്രശ്നത്തില് മാറിപ്പോയി. പിന്നെ തുടങ്ങാല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ല. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ. നമ്മള് ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് എന്താ? നോർമൽ ഷോക്ക് ആണ് അല്ലേ? എന്താണ് ഒബ്ലിക് ഷോക്ക്, എന്താ നോർമൽ ഷോക്ക് എന്നൊക്കെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നോർമൽ ഷോക്ക് ഒബ്ലിക് ഷോക്ക് തമ്മിലുള്ള ഡിഫറൻസ്? എന്താ ഡിഫറൻസ് നോർമൽ ഷോക്ക് ഒബ്ലിക് ഷോക്ക് തമ്മിൽ? നോർമൽ ഷോക്കിന്റെ കേസിൽ എന്താ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഷോക്ക് വേവ് ആണ്. ഷോക്ക് വേവിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തായിരിക്കും ഡയറക്ഷൻ ഓഫ് ഫ്ലോ, റൈറ്റ്? അതുപോലെ ഇൻസിഡന്റ് ഡയറക്ഷൻ അതിന് ഷോക്ക് കഴിഞ്ഞ് ലീവ് ചെയ്യുന്ന ഫ്ലോയുടെ ഡയറക്ഷൻ സിമിലർ ആയിരിക്കും. ഫ്ലോ ഡയറക്ഷന് വേരിയേഷൻ ഒന്നും വരില്ല. അതുപോലെ നോർമൽ ഷോക്കില് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഷോക്കിന് മെയിൻലി പറയാം ഷോക്കിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും എന്തുണ്ടാവുക ഫ്ലോ ഉണ്ടാവുക. അതാണ് എന്ത് നോർമൽ ഷോക്ക്. ഒബ്ലിക് ഷോക്ക് ആകുമ്പോൾ എന്തോ ഫ്ലോ ഡയറക്ഷൻ ഈസ് അറ്റ് ഇൻക്ലൈൻഡ് അറ്റ് പെർട്ടിക്കുലർ ആംഗിൾ, ഒരു പെർട്ടിക്കുലർ ആംഗിളിലേക്ക് ആയിരിക്കും എന്തുണ്ടാവും ഷോക്കും ഫ്ലോ ഡയറക്ഷൻ തമ്മിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും 90 ഡിഗ്രി ആയിരിക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് 90 ഡിഗ്രി there will be a particular angle. Okay, such shock are known as oblique shock waves. ശരിക്കും പറഞ്ഞാൽ നോർമൽ ഷോക്ക് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്ലിക് ഷോക്ക് ആണ് അല്ലെ? ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറയുമ്പോൾ ആ ആംഗിൾ 90 ആകുമ്പോൾ ഉണ്ടാകുന്ന ജനറലി ഉള്ള ഷോക്ക് എന്ന് പറയുന്നത് ഒബ്ലിക് ഷോക്സ് ആയിരിക്കും. സോ അതിന്റെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ആണ് നോർമൽ ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഷോക്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനൊന്ന് മോഡിഫൈഡ് ചെയ്തിട്ട് അതൊരു 1 ഡയമെൻഷൻ ആണ് 2 ഡയമെൻഷൻ എന്ന് പറയുന്ന ഇതിലാണ്. ഓക്കെ, അതിനൊന്ന് മോഡിഫൈഡ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ ഒബ്ലിക് ഷോക്കിന്റെ അകത്തേക്ക് വരുന്നു. ചില ഡിഫറൻസസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ നോർമൽ ഷോക്ക് ദ വേവ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫ്ലോ ഡയറക്ഷൻ, വേറെ ഒബ്ലിക് ഷോക്കിലൊക്കെ ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും. ഓക്കെ, ഇനി ആ ഒരു വേരിയേഷൻ വരുന്ന ആംഗിൾ എത്രത്തോടെയാണോ ഫ്ലോ ഡയറക്ഷനും ഷോക്കും തമ്മിൽ ഉണ്ടാകുന്ന ആംഗിളിനാണ് നമ്മൾ എന്ത് പറയും വേവ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഫ്ലോ ഡയറക്ഷനും ആ ഷോക്കും തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ എന്ത് പറയും വേവ് ആംഗിൾ എന്ന് പറയും. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ നോർമൽ ഷോക്ക് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ് സൂപ്പർ സോണിക്കിന് സബ് സോണിക്കിലേക്കാണ്, റൈറ്റ്? തിരിച്ച് സബ് സോണിക് സൂപ്പർ സോണിക് പോസിബിൾ അല്ല. സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സിനെ വയലേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ സൂപ്പർ സോണിക്കിന് സബ് സോണിക്കിലേക്കാണ് നോർമൽ ഷോക്ക് വരുന്നത്. സിമിലർലി ആണ് ഒബ്ലിക് ഷോക്ക് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ സൂപ്പർ നോർമൽ ഷോക്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രോപ്പർട്ടീസിന് അബ്രപ്റ്റ് ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ട് വൈൽ പാസിംഗ് ത്രൂ ദിസ് ഡിസ്കണ്ടിന്യൂറ്റി ഓർ ഷോക്ക്. ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും അല്ലെങ്കിൽ ഷോക്ക് എന്ന് പറയും. ഓക്കെ, സോ വൈൽ പാസിംഗ് ത്രൂ ദിസ് ഷോക്ക് ഓർ ഡിസ്കണ്ടിന്യൂറ്റി ദ ഫ്ലോ പ്രോപ്പർട്ടീസ് will get varied abruptly, right? Similar manner ഒബ്ലിക് ഷോക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോപ്പർട്ടീസിന് വേരിയേഷൻസ് ഉണ്ടാവും. ആൻഡ് സിമിലർലി എന്താണോ നോർമൽ ഷോക്ക്, ഇതാണ് നോർമൽ ഷോക്കിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒബ്ലിക്കിൽ വരുന്നത്. ചില ആംഗിൾ ഡേവിയേഷൻ വരുന്ന ചില ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തിൻ റീച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. നോർമൽ ഷോക്കിൽ പറഞ്ഞതാണ് ഷോക്ക് ഒക്കെ ചെയ്യുന്ന എൻട്രിന്റെയും എക്സിറ്റിന്റെയും കണ്ടീഷൻ ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ പറയാറ് അല്ലെ?
ഇനി ഇത് ഓബ്ലിക് ഷോക്ക് നോർമലി പ്രാക്ടിക്കലി അറ്റൈൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കംപ്രഷൻ ബ്ലേഡ്സ്, ടർബൈൻ ബ്ലേഡ്, സൂപ്പർസോണിക് ആയിട്ട് കംപ്രഷൻ ബ്ലേഡ്സ്, ടർബൈൻ, നോസിൽ, ഡിഫ്യൂസർ, എയർക്രാഫ്റ്റ് എഞ്ചിൻ, പ്രൊജക്ടേഴ്സ് നിങ്ങൾക്ക് ആവശ്യമില്ല, ജനറൽ ആയിട്ട് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ടർബൈന്, കംപ്രസർ, നോസിൽസ്, ഡിഫ്യൂസർ, എയർക്രാഫ്റ്റ് എഞ്ചിൻ, പ്രൊജക്ടേഴ്സ്, ഇതിനകത്തൊക്കെയാണ് എന്ത് വരിക, ഈ ഓബ്ലിക് ഷോക്സ് ക്രിയേറ്റഡ് ആകുക. ഓക്കെ, ഓബ്ലിക് ഷോക്ക് ക്രിയേറ്റഡ് ആവുന്ന സഡൻ practical examples or practical situations ആണ്. Okay? ഇനി നോർമൽ ഷോക്ക് പറഞ്ഞാൽ ഇതും എന്താണ്, ഒബ്ലിക് ഷോക്ക് എന്തോ ഒരു കംപ്രഷൻ വേവ് ആണ്, നോട്ട് ആൻ എക്സ്പാൻഷൻ വേവ്. ജനറലി ഒരു കംപ്രഷൻ വേവ് ആണ് എന്ത് ഷോക്ക് വേവ് എന്ന് പറയുന്നത്, ജനറലി ഒരു കംപ്രഷൻ വേവ് ആണ്. സോ നേരത്തെ നമ്മൾ ഇനീഷ്യലി പറഞ്ഞ നോർമൽ ഷോക്കിന്റെ കേസിൽ എന്തായിരുന്നു, ഒരു ഫ്ലോ വരും, ഇത് പെർപെൻഡിക്കുലർ ടു ഷോക്ക് വേവ്, ഇതാണ് ഷോക്ക് വേവ് കാണിക്കണമെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ടു സെക്ഷൻ ആയിരിക്കും, പെർപെൻഡിക്കുലർ ഫ്ലോ ഡയറക്ഷൻ ആയിരിക്കും. സിമിലർ വേവ് സെയിം ഡയറക്ഷനിൽ ഇത് റിട്ടേൺ വരും ആഫ്റ്റർ ഷോക്ക്, റൈറ്റ്. പക്ഷെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ സെയിം ഡയറക്ഷൻ ആയിരിക്കില്ല, ഡയറക്ഷൻ ഡീവിയേഷൻ വരും. ഓക്കെ, സോ ഇനീഷ്യലി ഒരു സൂപ്പർസോണിക് ഫ്ലോ വരുന്നു, ഷോക്കിലൂടെ പാസ് ചെയ്യുന്നു, സഡൻ ആംഗിൾ ഡിഫ്ലക്ഷൻ വരുന്നു, ഒരു ഇൻസൈഡ് ആംഗിളിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ വരുന്നു, then it will pass. Okay, so m2 will be less than m1 ആയിരിക്കും always. സബ്സോണിക്കിലേക്കാണ് റീജിയനിലേക്ക് പോവുക, സൂപ്പർസോണിക് സബ്സോണിക്കിലേക്ക് വരിക. Okay, then beta is the angle between ഷോക്കും ഇൻസിഡന്റ് ആംഗിൾ ഇൻസിഡന്റ് ഫ്ലോ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ആണെന്ത്, ഷോക്കും ഇൻസിഡന്റ് ഫ്ലോ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ആണെന്ത്, വേവ് ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ട്രീം ലൈൻ ചില സമയങ്ങളിൽ ഈ ഒബ്ലിക് ഷോക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ചില പാസേജ് തട്ടി ഫ്ലോ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി പോകും. ആ സിറ്റുവേഷനിൽ എന്തുണ്ടാവും, ഒബ്ലിക് ഷോക്ക് ക്രിയേറ്റ് ആവും. ഫ്ലോ ഡയറക്ഷൻ ഒരു ഹെവി സർഫസിലേക്ക് തട്ടി ചേഞ്ച് ചെയ്ത് കോർണേഴ്സ് ഓഫ് സർട്ടൻ ഒബ്ജക്ട്സ് തട്ടി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും ഒബ്ലിക് ഷോക്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഡീവിയേഷൻ ഈ സർഫസിന്റെ ആംഗിൾ ഉണ്ടാവും, അതാണ് ഈ കാണിച്ചിരുന്ന ഡെൽറ്റ. ഇതേ ആംഗിളിലായിരിക്കും എന്ത് ഈ ഫ്ലോ ഡീവിയേറ്റഡ് ആവുക. ഓക്കെ, ഫ്ലോ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസ് ദ ഫ്ലോ ഡീവിയേഷൻ ആംഗിൾ. എത്രത്തോളം സ്ട്രീം ലൈൻ ഡീവിയേഷൻ ഈ ഫ്ലോ സ്ട്രീം ലൈൻസിലായിരിക്കുമല്ലോ, ആ സ്ട്രീം ലൈൻ ഡീവിയേഷൻ എത്രത്തോളം ആവുന്നുള്ളതാണ് എന്ത് ഡെൽറ്റ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അത് ഓരോ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ ടൈപ്പിലായിരിക്കും എന്ത് നൊട്ടേഷൻസ് ഉണ്ടാവുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒന്ന് കൊടുക്കാന്നേ, സ്റ്റാൻഡേർഡ് റെഫറൻസ് അല്ല, ഓരോ ബുക്കിന് റെഫർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ടൈപ്പ് ഓഫ് റെഫറൻസ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, the angle which the oblique shock wave makes with the initial direction is known as wave angle. It is denoted by beta. Then the beta will be depending on upstream Mach number, right? Our kind of normal shock discuss depend on pressure variation, property variations, depend on the upstream Mach number, m1 value on incident Mach number, right? Upstream Mach number and all oblique shock in the case flow deviation angle. Okay, flow deviation angle. So flow deviation angle already explained delta. Okay, streamline deflect angle, streamline deflection flow deviation angle. So in flow deviation angle upstream Mach number, that is m1. Upstream Mach number depended on the upstream Mach number flow deviation angle depended on wave angle. Okay, അതുപോലെ പക്ഷെ നോർമൽ ഷോക്ക് ചെറിയ ഡിഫറൻസ് പറയും. നോർമൽ ഷോക്ക് നമുക്ക് ഉറപ്പായിരുന്നു ഡൗൺ സ്ട്രീം Mach നമ്പർ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഡൗൺ സ്ട്രീം Mach നമ്പർ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും ഷുവർ ആയിട്ടും. പക്ഷെ ഒബ്ലിക് ഷോക്കിന്റെ കേസിൽ ഒരിക്കലും നമുക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒബ്ലിക് ഷോക്കിന്റെ ഡൗൺ സ്ട്രീം Mach നമ്പർ m2 വാല്യൂ will be less than 1. It may or may not be less than 1 ആയിരിക്കും. Okay, it may or may not be less than 1, but always m1 നേക്കാൾ കുറവായിരിക്കും എന്തായാലും m2. Okay, m1 നേക്കാൾ എന്തായാലും കുറവായിരിക്കും m2. So but എന്താണ് m2 less than 1 ആണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. m1 may be less than 1 or may not be less than 1. Okay, അതുപോലെ സിമിലർലി നോർമൽ ഷോക്കിൽ എന്താ ഉപയോഗിക്കണേ, പ്രഷർ കൂടുന്നുണ്ട്, ഡെൻസിറ്റി കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട് അല്ലെ. ഇതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത്, ഒബ്ലിക്കിന്റെ കേസിൽ വരുന്നത്. പക്ഷെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ സ്റ്റാഗ്നേഷൻ പ്രഷറിലൊക്കെ വേരിയേഷൻ വരും.
പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ അങ്ങനെ ഒബ്ലിക് ഷോക്കിൽ അങ്ങനെ പ്രോബ്ലം ഒന്നും ഇതിൽ ചോദിച്ചു കണ്ടില്ല. ഒന്ന് ഡീറ്റെയിൽസ് ഫർദർ ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കണ്ടിട്ടില്ല ഇത്. എനിക്ക് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ക്ലാസ്സിൽ ചെയ്ത പോലത്തെയാണ്. നോർമൽ ഷോക്കിന് പ്രോബ്ലംസ്, നോർമൽ ഷോക്കിന് തിയറീസ്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ മാക് നമ്പറിന്റെ കേസ് പറഞ്ഞു. മാക് നമ്പർ ഡൗൺ സ്ട്രീം മാക് നമ്പർ എന്താ ഓൾവേസ് ലെസ് ദാൻ അപ് സ്ട്രീം മാക് നമ്പറിനേക്കാൾ കുറവായിരിക്കും. പക്ഷെ ഒബ്ലിക് ഷോക്കിന്റെ കേസിൽ നമുക്ക് ലെസ് ദാൻ 1 കുറവായിരിക്കും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി, ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ലെസ് ദാൻ യൂണിറ്റ് ഓർ 1. ഓക്കെ, then analysis of oblique shock wave. നമ്മൾ ഓൾറെഡി നോർമൽ ഷോക്ക് വേവിനെ അനലൈസ് ചെയ്തതാണ് അല്ലെ? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാം നോർമൽ ഷോക്കിന്റെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട്, ഒന്ന് എന്താണ് ഓബ്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അല്ലാന്നാണെങ്കിൽ അതിനെ തന്നെ ഫണ്ടമെന്റൽ ഇക്വേഷൻ നമ്മൾ എന്താണോ നോർമൽ ഷോക്കിൽ ചെയ്ത് അതുപോലെ ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ഒക്കെ വെച്ച് സോൾവ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഐഡിയ മാത്രമേ ഞങ്ങൾക്ക് അത് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇനി പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ. ഏത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഹെവി ആയിട്ട് ടോപ്പിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഫ്ലോ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടക്കൊരു നെറ്റ് ഇഷ്യൂ വരുന്നുണ്ട്, അതാണ് ചെക്ക് ചെയ്യുന്നത്. ഹലോ ഹലോ ഹലോ, ഇടയ്ക്കൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? പറഞ്ഞാലും കേട്ടില്ല. ഓക്കെ, പിന്നെ ഒബ്ലിക് ഷോക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന അനാലിസിസ് ഓഫ് ഒബ്ലിക് ഷോക്ക്. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞ നോർമൽ ഷോക്കിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു വരും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബേസിക് മെത്തേഡ് വെച്ചിട്ട് തന്നെ ഫണ്ടമെന്റൽ റിലേഷൻസ് വെച്ച് സോൾവ് ചെയ്ത് വരുന്ന മെത്തേഡും ഉണ്ട്. ദെൻ ബേസിക്കലി ഫ്രം കൺസർവേഷൻസ് ഇക്വേഷൻ, ലോ ഓഫ് കൺസർവേഷൻ വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നോർമലി പറഞ്ഞു തന്നെയാണ്. അതായത് സ്റ്റാഗ്നേഷൻ പ്രഷറിൽ വേരിയേഷൻ വരും, എൻട്രോപ്പിയിൽ ഇൻക്രീസ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇനീഷ്യലി അതിന്റെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ ഷോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യലി എന്തായിരിക്കും, ഒരു നോർമൽ ഈ VN1 മാത്രമേ എക്സിസ്റ്റ് ചെയ്യും, നോർമൽ ഡയറക്ഷൻ ഫ്ലോ. ഓക്കെ, ഈ VN1 നോർമൽ ഷോക്കിന്റെ കേസിൽ VN1 ഉണ്ടാവും. ഇതിലൂടെ പാസ് ചെയ്തു, ഒരു നോർമൽ ഷോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നു. then VN2 സെയിം ഡയറക്ഷനിൽ ഫ്ലോ ഔട്ട് സൈഡ് പോകും, എക്സിറ്റ് കണ്ടീഷനിൽ പോകും. ഓക്കെ, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം കണ്ടീഷനിൽ. പക്ഷെ ഈ കേസിൽ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഒബ്ലിക്കിന്റെ സൈഡ് വെലോസിറ്റി ട്രയാങ്കിൾ വരും. അതായത് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെയാ, ഒരു ഇൻക്ലിനേഷനിൽ വരും, V1 ആംഗിളിന്റെ ഒരു ഇൻക്ലിനേഷനിൽ വന്നു, അത് V2 ആംഗിളിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് പോയി. സോ ബീറ്റ ഇസ് ദ ഇനീഷ്യൽ ഞാൻ പറഞ്ഞ പോലെ വേവ് ആംഗിൾ ആൻഡ് ഡെൽറ്റ ഇസ് ദ ഫ്ലോ ഡീവിയേഷൻ ആംഗിൾ. ഓക്കെ, സോ ഈ V1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആണ് എന്ത്, VN1 ഉം VN2 ഉം വരുന്നത്. VN1 ആൻഡ് VN2 എന്ന് പറയുന്നത്, VN1 ഉം VN2. ഓക്കെ, സോ അതിന് വരുന്ന ടാൻജൻഷ്യൽ കമ്പോണൻസ് ആണ് എന്ത്, VT1 ആൻഡ് VT2. ഇത് രണ്ടിനും കൂടി പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് വരിക, V2 ഉം V1 വരിക. ജനറൽ ആയിട്ട് റിലേറ്റീവ് ആംഗിൾ ആണെന്ത്, ഫ്ലോ എൻട്രി ഫ്ലൂയിഡ് വെലോസിറ്റി entering the shock is V1 and fluid velocity leaving the oblique shock is V2. Okay, ആണ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഒരു സ്റ്റേഷനറി ഷോക്ക് വേവ് produced by a solid wall having a concave corner. The streamline before and after the shock is parallel to the wall. Okay, അത് ഉദ്ദേശിച്ചത് ഇനീഷ്യലി ഈ വോൾ ഞാൻ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യാണ്. ഇതിന്റെ ഷേപ്പിനനുസരിച്ചാണ് ഫ്ലോ ഡീവിയേഷൻ വരുന്നത്. എത്രത്തോളം ആംഗിൾ ഡീവിയേഷൻ ഇവിടെ ഉണ്ടോ, ഒരു സർഫസ് തട്ടിയിട്ടൊക്കെ മാറുകയാണ് ആംഗിൾ ഡീവിയേഷൻ വെച്ച്. അപ്പൊ ഈ ഇൻക്ലിനേഷൻ സർഫസിന് പാരലൽ ആയിരിക്കും എന്ത്, പോകുന്ന ഫ്ലോസും ആ സർഫസിന് പാരലായി. കാരണം ഡീവിയേഷൻ ആംഗിളിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീവിയേഷൻ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത്, ഫ്ലോ ഡീവിയേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് പാരലൽ ആയിരിക്കും, സർഫസിന് പാരലൽ ആയിട്ടായിരിക്കും എന്ത്, ഫ്ലോ നടക്കുന്നത്. then V1 V2 be the entering and leaving velocities.
So V1, V2 ന്റെ components ആണിത് Vn1, Vn2, those things. Okay, Vt1 and Vt2. Any so in the inclination angle നമ്മൾ എടുക്കുന്നത് phi1 is the inclination angle. Vn1 ഉം V1 ഉം തമ്മിൽ angle ആണത് phi1 എടുക്കുന്നു. So Vn2 ഉം V2 ഉം തമ്മിൽ angle ആണ് phi2 എടുക്കുന്നു. Okay, Vn1 സിമ്പിൾ ആണ്, ഒന്ന് കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയൊരു കൺസെപ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. Vn1 മുതൽ phi1 മുതൽ ഏത് ആംഗിൾ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുന്ന നൊട്ടേഷൻ phi1 അത്രേ ഉള്ളൂ. Vn1 V1 തമ്മിൽ ഒരു ആംഗിൾ ആണ് ഇത് phi1, Vn2 ഉം V2 ഉം തമ്മിൽ ആംഗിൾ ആണ് ഇത് phi2. സോ ഇനീഷ്യലി ഞാൻ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ എടുത്താൽ, അതായത് പെർട്ടിക്കുലർ ഒരു സെക്ഷനിലാണ് നോക്കുന്നതെങ്കിൽ ഒരു നോർമൽ ഷോക്കിന് ഒരു പറ്റിയ പോയിന്റിൽ എടുക്കുമ്പോൾ Vt1, അതായത് ഇവിടെ പ്രഷർ വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ടാൻജൻഷ്യൽ കമ്പോണന്റ് രണ്ടിനും ഈക്വൽ ആയിരിക്കും. എക്സൈറ്റിലും ഔട്ട് സൈഡിലും ഈക്വൽ കണ്ടീഷനാണ്. ഓക്കെ, ടാൻജൻഷ്യൽ ഡയറക്ഷൻ അതങ്ങനെ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരുപാട് ഏതാന്നൊന്നും ചോദിക്കൊന്നുമില്ല. Vt1 ഉം Vt2 ഉം ഈക്വൽ ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും രണ്ട് സൈഡിലും, ഷോക്കിന്റെ എൻട്രി സൈഡിലും എക്സിറ്റ് സൈഡിലും ഉള്ള ടാൻജൻഷ്യൽ കമ്പോണന്റ് Vt1 ഉം Vt2 ഉം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ. So from inlet and outlet velocity triangle tan phi എഴുതി എന്ത് വരും Vt1 by Vn1. ഓക്കെ, tan phi എന്ന് പറയുന്നത് Vt1 by Vn1, tan phi 2 എന്ന് പറയുന്നത് Vt2 by Vn2 വരും. tan phi 1 എന്ന് പറയുന്നത് Vt by Vn1, tan phi 2 എന്ന് പറയുന്നത് Vt by Vn2 വരും. സോ ഷോക്കിന് അക്രോസ് ആയിട്ട് എന്തായിരിക്കും നമുക്ക് എപ്പോൾ അറിയുന്ന കാര്യമാണ് വെലോസിറ്റി m1 വെലോസിറ്റി എപ്പോഴും കുറഞ്ഞു വരിക ചെയ്യാം. ഓക്കെ, വെലോസിറ്റി കുറയുകയാണല്ലോ നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടും, വെലോസിറ്റി കുറയാണ്. അപ്പോൾ Vn2 will be always less than Vn1 ആയിരിക്കും. Vn2 will be less than Vn1 ആയിരിക്കും. സോ അത് ഈക്വേഷൻസിലേക്ക് കൊടുത്താൽ എന്താ വരിക, Vt കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. Vt1 Vt2 എന്നില്ല, രണ്ടും കൂടി കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ Vn2 ലെസ് ദാൻ Vn1 വരുമ്പോൾ എന്ത് വരും, നേരെ റിവേഴ്സ് ആയിട്ട് tan phi 2 ഗ്രേറ്റർ ദാൻ tan phi 1 വരും അല്ലെ. അല്ലെങ്കിൽ tan phi 1 ലെസ് ദാൻ tan phi 2, tan phi 2 ഗ്രേറ്റർ ദാൻ tan phi 1. സോ സിമിലർലി phi 2 will be greater than phi 1 എഴുതി. ഓക്കെ, phi 2 will be greater than phi 1. ജസ്റ്റ് കൺസെപ്റ്റും ഇതിന്റെ ഒരു ഫ്ലോയും അത്രയൊന്നും നോക്കി വെച്ചാൽ നിങ്ങൾ. ഇനി ഈ phi 2 phi 1 ഡിഫറൻസ് ഡെൽറ്റ ആംഗിൾ ഫ്ലോ ഡീവിയേഷൻ ആംഗിൾ വിൽ ബി കറസ്പോണ്ടിങ് ടു phi 2 മൈനസ് phi 1 ആയിരിക്കും. ഓക്കെ, phi 2 മൈനസ് phi 1 ആയിരിക്കും എന്ത് ഫ്ലോ ഡീവിയേഷൻ ആംഗിൾ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാണ്. V1 എന്ന് പറയുന്നത് Vn1 ഉം Vt V1 ന്റെ കമ്പോണൻസ് ആണത് Vn1 ഉം Vt1. സോ V1 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു Vn1 സ്ക്വയർ പ്ലസ് Vt സ്ക്വയർ എന്ന് എഴുതാം. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു Vn2 സ്ക്വയർ പ്ലസ് Vt സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, നോർമൽ കമ്പോണന്റ് ഇത് കോൺസ്റ്റന്റ് ആണ്. നോർമൽ കമ്പോണന്റിൽ Vn2 ലെസ് ദാൻ Vn1 ആയിരിക്കും. സോ V2 വിൽ ബി ലെസ് ദാൻ V1 ആയിരിക്കും. ഓക്കെ, V2 വിൽ ബി ലെസ് ദാൻ V1 ആയിരിക്കും. സോ സിമിലർലി എന്തായിരിക്കും M2 എന്തായിരിക്കും, M2 ലെസ് ദാൻ M1 എഴുതാം. കാരണം M2 V2 ഗാമ T2 ആണ്. V1 എന്ന് പറയുന്നത് V1 ഗാമ T1 ആണ്. സോ M2 വിൽ ബി ലെസ് ദാൻ M1 വരും. നോർമലി ഇതിന്റെ അനാലിസിസ് ഒബ്ലിക് ഷോക്ക് അനലൈസ് ചെയ്താൽ ഇത്രയും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്ന് റിസൾട്ട്സേ ഉള്ളൂ. ഇൻക്ലിനേഷൻ ഓഫ് ഡൗൺ സ്ട്രീം ഫ്ലോ ടു ദ ഷോക്ക് വിൽ ബി ഓൾവേസ് മോർ ദാൻ ദാറ്റ് ഓഫ് അപ് സ്ട്രീം ഫ്ലോ. ഓക്കെ, അതായത് phi ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ദ ഡൗൺ സ്ട്രീം ഫ്ലോ ടു ദ ഷോക്ക് വിൽ ഓൾവേസ് ബി മോർ ദാൻ ദാറ്റ് ഓഫ് upstream flow. അതായത് phi 2 greater than phi 1 ആയിരിക്കും. Then velocity of the streamline downstream of the shock will be less than the velocity of upstream. Then flow Mach number downstream velocity V2 value will be less than V1. അതുപോലെ Mach number value downstream Mach number will be M2 will be less than M1. ഇത്രയും ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ഓഫ് ഷോർട്ട് വേവ് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള റിസൾട്ട്സ് ഉള്ളൂ. ഈ റിസൾട്ട്സും അതിന്റെ എങ്ങനെയാണ് അത് വരുന്നു എന്നുള്ളത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ എങ്ങനെ അത് ഈ റിസൾട്ട്സിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഒരു ഷോർട്ട് വേവ് അനലൈസേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഈ റിസൾട്ട്സിലേക്ക് എത്തുന്നതെന്ന് മാത്രം ഒന്ന് കാണിക്കുന്നതാണ്. പറഞ്ഞ അനാലിസിസ് മെത്തേഡ് ക്ലിയർ ആണോ? കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ തിയററ്റിക്കൽ പോർഷൻ പറഞ്ഞത് മനസ്സിലായല്ലോ?
ഓക്കെ. കാർത്തിക് ക്ലാസ്സിലുണ്ടാ? കാർത്തിക് ഉണ്ട്. കാർത്തിക് വല്ലതും മനസ്സിലാകണ്ട മോനെ? വല്ലതും നോക്കുന്നുണ്ടാ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ യൂണിവേഴ്സിറ്റി എഴുതാതെ രക്ഷപ്പെടാന്നൊരു ധാരണ വേണ്ടേ? ഇല്ല. അതെ, അല്ല കാർത്തികിനോടായിട്ട് പറയുന്നതല്ല, എല്ലാരോടും കൂടി പറയുന്നതാണ്. പ്രാവശ്യം എന്തായാലും എക്സാം നടക്കും. കഴിഞ്ഞ പ്രാവശ്യം ടഫായിട്ടുള്ള കുറെ ടോപ്പിക് അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടൂല്ലേ? സോ ആ മെത്തേഡ് ഇപ്രാവശ്യം അപ്ലൈ ചെയ്യാൻ നോക്കണ്ട. എന്തായാലും എക്സാം നടക്കും. പഠിച്ചിട്ട് തന്നെ പോവുക. സീരീസ് ഒന്നും ഇപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ട് എഴുതുന്നോണ്ട് എത്രത്തോളം പഠിച്ചെഴുതുന്ന കാര്യത്തിൽ നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സോ അല്ലെങ്കിൽ സീരീസിന് പഠിക്കുമ്പോഴെങ്കിലും ഓരോ റൗണ്ടായിട്ട് പഠിത്തം നടക്കുന്നുണ്ട്. ഓരോ ഈ രണ്ട് മൊഡ്യൂൾ വെച്ചിട്ട് ഓരോ സീരീസ് എഴുതുന്നതിനനുസരിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടെങ്കിൽ നിങ്ങൾ വരുന്നുണ്ട്. ഇത് അല്ലാത്ത സമയത്തായതുകൊണ്ട് ക്വസ്റ്റ്യൻ തരിക, അറ്റ് എ ടൈം നോക്കുക, എഴുതുക എന്നുള്ള ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ എഫേർട്ട് ഇടുക. നിങ്ങളായിട്ട് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാണ്ട് നിന്നാ അവസാനം യൂണിവേഴ്സിറ്റിക്ക് വരുമ്പം നോർമൽ പഴയ പടിയുള്ള യൂണിവേഴ്സിറ്റി എക്സാം ആണ്. മൊത്തം ഒന്നിച്ചെടുത്ത് പഠിക്കേണ്ട ഒരു 6 മൊഡ്യൂള്. കുറച്ചായിട്ട് ഈ സീരീസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങളേതായ ഒരു കോൺട്രിബ്യൂഷൻ ഇട്ടിട്ട്. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചിന് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. സീരീസിന് വേണ്ടി പഠിച്ചിട്ട് തന്നെ എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവരൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഒബ്ലിക് ഷോക്കിന്റെ അനാലിസിസ്. ഓക്കെ, ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ ജോയിൻ ചെയ്തോ? ഇപ്പൊ എന്തു പറ്റി വിഷ്ണു? ഒരു സിമ്പലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്താ ഉദ്ദേശിച്ചത് വിഷ്ണുവെ? എക്സാം നീ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കേ? ഇട്ട സിമ്പൽ കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ച? പറഞ്ഞ പാടത് ഇട്ടോണ്ട് അങ്ങനെയല്ല. അത് ഇതാ സാറ് വെച്ചില്ല എക്സാമിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ. അതെന്താ നീ ഉദ്ദേശിച്ച? കൊടുത്തിട്ടില്ലാന്നാ? അല്ല, കൊടുത്തില്ലെന്ന് ഉദ്ദേശിച്ചത്. കൊടുത്തില്ലെന്ന് ഉദ്ദേശിച്ചത്. നടക്കട്ടെ. സോ ഗവേണിംഗ് ഇക്വേഷൻസ് കഴിഞ്ഞ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ സർട്ടൻ അസംഷൻസ് നമ്മൾ എടുക്കുന്നത് പെർഫെക്റ്റ് ഗ്യാസ് ആണ്, സ്റ്റഡി അഡിയാബാറ്റിക് ഫ്രിക്ഷൻലെസ് ഫ്ലോ ആണ്. ഓക്കെ, ഒരു സ്റ്റേഷനറി ഒബ്ലിക് ഷോക്ക് വേവിന്റെ കേസിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സ്റ്റേണൽ വർക്കില്ല, ആബ്സെൻസ് ഓഫ് ബോഡി ഫോഴ്സസ് ഒക്കെ ആബ്സെന്റ് ആണെന്നുള്ളത് ജനറൽ ആയിട്ട് എല്ലാത്തിലും പറയുന്ന അസംഷൻസ് ആണ്. ഓക്കെ, ഇനീഷ്യലി എന്താ, ഒരു കൺട്രോൾ വോളിയം എടുക്കുന്നു, ഒരു ഫ്ലോ പാസ് ചെയ്യുന്നു അറ്റ് പർട്ടിക്കുലർ ആംഗിളില്. ഗവേണിംഗ് ഇക്വേഷൻ ഉണ്ടാക്കുന്നതിന്റെ ബേസിക് ആയിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മൊമെന്റം ഇക്വേഷൻ, എനർജി ഇക്വേഷൻ, then certain perfect gas equation of state വെച്ചാണ്. ഓക്കെ, സോ ഇനീഷ്യലി ചില നൊട്ടേഷൻസ് വേരിയേഷൻ ആണ്. ഞാൻ 2 ടെക്സ്റ്റ് ആക്കി എടുത്തുകൊണ്ടാണ്. ഓക്കെ, കോമൺ ആയിട്ട് എടുത്താൽ മതി. ഈ സിഗ്മ എന്ന് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത ബീറ്റയാണ്. ഓക്കെ, ഈ സിഗ്മ എന്നുള്ളത് നേരത്തെ എടുത്ത ബീറ്റയാണ്. അവരിവിടെ സി കൊടുത്തേക്കണ വെലോസിറ്റി വി ആണ്. ഓക്കെ, അതിലും കൺഫ്യൂഷൻ വേണ്ട. സി എന്ന് പറയുന്നത് വി ആണ്. ഇനീഷ്യലി ഒരു ഫ്ലോ വരും, ഒബ്ലിക് ഷോക്ക് വേവ്സ്, ദെൻ ഷോക്ക് വേവ് എക്സിസ്റ്റ് ചെയ്യുന്നു, C1 വെലോസിറ്റിയിൽ വരുന്നു. ജനറൽ ആയിട്ടുള്ള റിസൾട്ടന്റ് വെലോസിറ്റി C1, so M1 will be greater than 1, then it will be passed, delta is the flow deviation angle, sigma is the wave angle. Okay, it will pass through a control volume with a velocity, exit velocity C2 ആണ്. Then ഇതിന്റെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചാൽ ഇനീഷ്യലി C1, Cn1 normal component, corresponding ആയിട്ടുള്ള tangential component Ct1, Cn2, Ct2 at exit condition. Okay, ജനറൽ ആയിട്ടുള്ള ഫിഗർ വന്ന് മനസ്സിലാണ്. ഒരുപാട് കണ്ടന്റ്സ് ഒന്നും വേണ്ടത്. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യും? ഗവേണിംഗ് ഇക്വേഷനിൽ ആദ്യം അപ്ലൈ ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. റൈറ്റ്, സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് M1 is equal to
M1 will be equal to rho 1 A1 rho 1 A into Cn1 equal to rho 2 A Cn2. Okay. So mass flow ന്റെ കേസിൽ നോർമൽ കമ്പോണന്റ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ജനറൽ കമ്പോണന്റ് എഴുതേണ്ട, നോർമൽ കമ്പോണന്റ് എഴുതിയേ. കാരണം okay, area perpendicular normal velocity to the normal velocity M1 is same on two sides. So rho 1 Cn1 is equal to rho 2 Cn2. ജസ്റ്റ് എഴുതി നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതിന്റെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ എഴുതുന്നത്, എന്താ ബേസ് നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അതൊന്നും പ്രോബ്ലം ഒന്നും വരില്ല കാര്യമായിട്ട്. ജസ്റ്റ് എങ്ങനെ എഴുതുന്നത്, എന്താ മെത്തേഡ്, എവിടെയാ വരുന്നതെന്ന് മാത്രം ഒന്ന് നോക്കി വെക്കുക. മൊമെന്റം ഇക്വേഷൻ എന്ന് പറയുന്നത് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തതാണ് നോർമൽ ഷോക്കിൽ. എം ഡോട്ട് സി എൻ വൺ മൈനസ് എം ഡോട്ട് സി എൻ ടു ഈസ് ഈക്വൽ ടു പി ടു മൈനസ് പി വൺ ഇൻറ്റു എ വരും. ഓക്കെ, ദെൻ എം ഡോട്ടിന്റെ ഇക്വേഷൻസ് ഇക്വേഷനിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത റോ വൺ എ സി എൻ വൺ സ്ക്വയർ മൈനസ് റോ ടു എ സി എൻ ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി ടു മൈനസ് പി വൺ വരും. ദെൻ റോ വൺ എ കോമൺ ആയിട്ട് കട്ട് ചെയ്ത റോ വൺ സി എൻ വൺ സ്ക്വയർ മൈനസ് റോ ടു സി എൻ ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ടു മൈനസ് പി വൺ വരും. ദെൻ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് H0 equal to stagnation enthalpy will be equal to H01 equal to H02 equal to constant. So H01 എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മുതലേ ഡിറൈവ് ചെയ്ത് വരുന്ന കണ്ടീഷൻസ് ആണ്. H01 എന്ന് പറയുന്നത് H1 പ്ലസ് ഹാഫ് C1 സ്ക്വയർ ആണ് ഈക്വൽ ടു H2 പ്ലസ് ഹാഫ് C2 സ്ക്വയർ. ദെൻ H2 മൈനസ് H1 ഈക്വൽ ടു ഹാഫ് C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ. H ന് എന്താക്കുക, CP ഇൻറ്റു T എന്ന് എഴുതാൻ പറ്റും അല്ലെ. H ന് എന്താ CP ഇൻറ്റു T, CP ഇൻറ്റു T2 മൈനസ് T1 is equal to half C1 square minus C2 square. So CP T ഒന്ന് മാറ്റി എഴുതുക. CP is the gamma R by gamma minus 1 into T. These are from adiabatic flow energy equation. നമ്മൾ മുന്നേ കണ്ടുപിടിച്ച ഇക്വേഷൻസ് ആണ്. A square by gamma minus 1 അല്ലെങ്കിൽ gamma by gamma minus 1 into RT നെ ഞാൻ എഴുതിയാണ് P by rho എഴുതി. ഇതേ RT നെ ഒന്ന് P by rho ഫോമിലേക്ക് എഴുതിയാണ്. Gamma by gamma minus 1 to P by rho. It will be equal to A square by gamma minus 1. ഇനി ഈ കമ്പോണൻസ് ഒക്കെ എടുത്ത് ഇതിന്റെ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് എന്ത് വരും? സോറി, സിമിലർലി C1 നമുക്ക് എങ്ങനെ എഴുതാം? C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയറിനെ C1 എന്ന് പറയുന്നത് CN1ന്റെയും CT-ന്റെയും C1ന്റെ കമ്പോണൻസ് ഫോമിലേക്കാക്കി എഴുതാം. CN1 സ്ക്വയർ പ്ലസ് CT സ്ക്വയർ മൈനസ് CN2 സ്ക്വയർ പ്ലസ് CT സ്ക്വയർ. CT കോമൺ ആയിട്ട് ക്യാൻസൽ ആയി പോയി. സോ C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു CN1 സ്ക്വയർ മൈനസ് CN2 സ്ക്വയർ ആണ്. CN1 സ്ക്വയർ മൈനസ് CN2 സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? Finally, equation will be equal to gamma by gamma minus 1 into P2 by rho 2 minus P1 by rho 1 equal to half into Cn1 square minus Cn2 square. Okay, the stagnation value format H0 equal to Cp T0 ആണ്. Gamma by gamma minus 1 RT0, gamma by gamma minus 1 P0 by rho 0, A0 square by gamma minus 1. ആ ഫോമാറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചെഴുതാന്നേ ഉള്ളൂ. ഓക്കെ, ഇതുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ ഡിഫറെന്റ് ഫോം ആക്കിയിട്ട് H0 എഴുതുന്ന ഇക്വേഷൻസ് ആണെന്നേ ഉള്ളൂ. ഇത്രയാണ് എന്ത് വരുന്നത്? ഗവേണിംഗ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒബ്ലിക് ഷോക്ക് വേവ് ആണ്. ഇത്രയും ടോപ്പിക്സ് ആണ് എന്തിന് നമ്മൾ വരുന്നത്, തേർഡ് മോഡ്യൂൾസിൽ വരുന്നത്. തേർഡ് മോഡ്യൂളിൽ എടുത്തതിൽ ഏതെങ്കിലും ഇനി ക്ലിയർ ആവാത്ത പോർഷൻസ് ഉണ്ടോ? അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേ. മക്കളൊന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. അഭിരാം പ്രസന്റ് സാർ. അബിൻ സാർ. ആദർശ് പ്രസന്റ് സാർ. അക്ഷയ് കെ എം ആൽബിൻ. അക്ഷയ് ഉണ്ടോ? പ്രസന്റ് സാർ. ആൽബിൻ പ്രസന്റ് സാർ. അമൽ കെ പി, ഇല്ല. അമൽ കെ സന്തോഷ്, ഇല്ല. അമലം, അനന്തു, അനുരാഗ്, ആശ്രയ്, അശ്വിൻ, ഭഗത്. അമല ഒന്ന് മൈക്ക് ഓഫ് ചെയ്യടാ. ഭഗത്
ഓക്കെ ഓക്കെ ഓക്കെ. ദിജിൻ, Present, sir. അമൽ കെ പി ഉണ്ടോ? ഓക്കെ ഓക്കെ യെസ് സാർ പ്രസന്റ് ആണ്. ഓക്കെ. ദിജിൻ, Present, sir. ഫസിയുദ്ദീൻ, Present, sir. ജിജോ, Present, sir. ചിതിൻ, Present, sir. കാർത്തികേയൻ, പ്രസന്റ് സാർ. മൃദുൽ, പ്രസന്റ് സാർ. രാഹുൽ, Present, sir. സൂരജ്, സൂരജ് ആബ്സെന്റ് ആണോ? സൗരവ്, പ്രസന്റ്. ശ്രീരാഗ്, Present, sir. വൈശാഖ്, വൈഷ്ണവ് സി കെ, വൈഷ്ണവ് പി കെ, പ്രസന്റ് സാർ. വസീം, വസീം ആബ്സെന്റ് ആണോ? ഓക്കെ. ദിനിൽ, പ്രസന്റ് സാർ. ജിഷ്ണു, പ്രസന്റ് സാർ. ജിഷ്ണു മോഹൻ, Present, sir. നിഖിൽ, Present, sir. റോഷിത്, Present, sir. വിഷ്ണു, Present, sir. തേജസ്, സാർ. ആകാശ്, Present, sir. അഭിനവ്, Present, sir. ഗോകുൽ, സച്ചിൻ, സച്ചിൻ, ഹലോ സാർ. സോ ആബ്സെന്റ് എന്ന് പറയുന്നത് അമൽ കെ സന്തോഷ്, സൂരജ്, വസീം, സാർ വസീമുണ്ട്, ടച്ച് വർക്ക് ആയിട്ടില്ല. സന്തോഷുണ്ട്. അറ്റൻഡൻസ് വിളിക്കുമ്പോ വരുന്ന ഓടിപ്പിടിച്ച് വരുന്നേ. അല്ല സാർ നേരത്തെ ഇട്ടിന് പ്രസന്റ്. വസീം ഉണ്ടല്ലോ അപ്പൊ. ഓക്കെ. സൂരജ് ഇല്ലല്ലോ. സൂരജ് ഇല്ല, സച്ചിനും ഇല്ല, രണ്ടാളും ആബ്സെന്റ്. ഓക്കെ. അപ്പോ എങ്ങനെയാ പറ, തേർഡ് മൊഡ്യൂളിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ടോപ്പിക്സ് ഉണ്ടോന്നോ? ക്ലിയർ ആകാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ? ക്ലാസ് 11 മണി വരെ അല്ലേ? കറക്റ്റാ. പറ മക്കളെ, അടുത്ത പോർഷൻസ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്താ അവസ്ഥ?